أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر അർത്ഥം സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. സൂറത്തുൽ കൗസറിൻ്റെ ആദ്യത്തെ വചനവും അതിൻ്റെ അർത്ഥവുമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ശ്രവിച്ചത്. ഈ ആയത്തിലെ കൗസർ എന്ന പദത്തിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ ദർസുകളിൽ കേൾപ്പിച്ചു പോന്നത്. അതിൻ്റെ തന്നെ തുടർഭാഗങ്ങളാണ് ഇന്നത്തെ ദർസിലും കേൾപ്പിക്കാൻ പോകുന്നത്. കൗസർ എന്ന പദത്തിന് ഖൈറുൻ കസീർ എന്ന് പറയുമ്പോൾ അവിടെ വിശാലതയും വരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പ്രതാപവും പറയപ്പെടുന്നു. അതിനാൽ ഈ വാക്ക് നുബുവത്തിനായി പറയുമ്പോൾ അതിനർത്ഥം ഒന്നാമതായി പ്രവാചകത്വത്തിൽ കണ്ടെത്തേണ്ട എല്ലാ ഗുണങ്ങളും ആ വ്യക്തിയിൽ കണ്ടെത്തും എന്നും, രണ്ടാമതായി ആ ഗുണങ്ങളെല്ലാം തന്നെ വളരെ മഹത്വത്തോടുകൂടി, അതായത് ഏറ്റവും മാക്സിമം ലെവലിലായി ഉണ്ടാകും എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് നൽകപ്പെട്ട പ്രവാചകത്വം, ആ പ്രവാചകത്വത്തിൻ്റെ മഹത്വം മറ്റ് പ്രവാചകന്മാരുടെ മഹത്വത്തെക്കാൾ ശ്രേഷ്ഠമായിരുന്നു. അതുപോലെ തന്നെ ആ മഹത്വങ്ങളെല്ലാം തന്നെ അതിൻ്റെ അളവിലും എണ്ണത്തിലും ബാക്കിയുള്ളവരെക്കാൾ വളരെ കൂടുതലായിരുന്നു എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാക്ക്, അതായത് കൗസർ എന്ന വാക്ക്, ഇതിൻ്റെ അർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു വാക്ക് ഖതമുൻ നുബുവത്തിനെ കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഹാബാക്കൾക്ക് സൂറത്തുൽ അഹ്സാബിൽ ഖാതമുൻ നബീൻ ആണ് എന്ന് ഉള്ള ആയത്ത് ഇറങ്ങുന്നതിന് മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് എല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ് എന്നുള്ളതിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ അഹ്സാബിൽ ഖാതമുൻ നബീൻ എന്ന പദം വന്നപ്പോൾ സ്വഹാബാക്കൾ ആശ്ചര്യം പ്രകടിപ്പിക്കാതിരുന്നത്. കാരണം സൂറത്തുൽ അഹ്സാബ് ഇറങ്ങിയത് ഹിജ്റത്തിൻ്റെ 6-ാം വർഷമാണ്. എന്നാൽ സൂറത്തുൽ കൗസറിലൂടെ നുബൂവത്തിൻ്റെ 4-ാം വർഷമോ അതല്ലെങ്കിൽ 5-ാം വർഷമോ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെല്ലാ പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠനാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നു. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വത്തിൻ്റെ എല്ലാ മഹത്വങ്ങളും അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ ലഭിച്ചതായി അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് സൂറത്തുൽ അഹ്സാബ് അവതരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാതമുൻ നബീൻ എന്ന പദവി ലഭിക്കുകയും ചെയ്തപ്പോഴും സ്വഹാബാക്കൾക്കിടയിൽ ആരവമുയരാതിരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമായിരുന്നില്ല. പുതിയതായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് സംസാരമുണ്ടായേനെ. എന്നാൽ സ്വഹാബാക്കൾക്കിടയിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടായില്ല. അവർ അദ്ദേഹത്തെ നേരത്തെ തന്നെ ഖാതമുൻ നബീൻ ആയി കണക്കാക്കിയിരുന്നതിനാലും അദ്ദേഹത്തിനും ഇതേ ആശയം ഉണ്ടായിരുന്നതിനാലും അങ്ങനെയൊരു സംസാരം ഉണ്ടായിട്ടില്ലെന്ന് ചരിത്രം നമ്മെ കാണിക്കുന്നു. അതിനാൽ സൂറത്തുൽ അഹ്സാബ് അവതരിച്ചപ്പോൾ യാതൊരു അതിശയവും അവർക്കിടയിലുണ്ടായില്ല. കാരണം സൂറത്തുൽ കൗസർ അവതരിച്ച അന്ന് മുതൽ തന്നെ സ്വഹാബാക്കൾക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമുൻ നബീനാണ് എന്നും എല്ലാ പ്രവാചകന്മാരിലും ഉത്തമനാണ് എന്നും. ഇതുവരെ കൗസർ എന്ന പദത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇനി എങ്ങനെയാണ് അത് പൂർത്തിയായത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിൻ്റെ വിശാലതയ്ക്ക് അവസാനമില്ല. സർവശക്തനായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഇത് പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിയില്ല. എന്നാൽ ചില കാര്യങ്ങൾ ഉദാഹരണമായി നമുക്ക് പരിശോധിച്ചു നോക്കാം. അതിലാദ്യമായി നോക്കേണ്ടത് എന്താണ് ഇവിടെ ക്ലെയിം ചെയ്തിരിക്കുന്നത് എന്ന്, അതല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ചാണ് അവകാശം പറഞ്ഞിരിക്കുന്നത് എന്ന്. കാരണം ഒരാളുടെ യോഗ്യതകൾ കണ്ടെത്തുന്നതിന് അയാൾ ആദ്യം എന്താണ് അവകാശം പറയുന്നത് എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തി ഞങ്ങളുടെ അടുത്ത് വന്ന് ഞാനാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അധ്യാപകനാകാനുള്ള എല്ലാ വ്യവസ്ഥകളും അവനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ആ അവസ്ഥകൾ അവനിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലാണെങ്കിൽ
അവൻ ഏറ്റവും വലിയ ഗുരുവാണെന്ന് നാം വിശ്വസിക്കും. അതല്ലാതെ അങ്ങനെ പറയുന്ന വ്യക്തി എത്ര ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നോ എത്ര ഗുസ്തികളുടെ മാച്ചുകൾ ജയിച്ചിട്ടുണ്ടോ എന്ന് നാം ഒരിക്കലും നോക്കേണ്ടതില്ല. കാരണം അങ്ങനെയൊരു വാദം അയാൾ പുറപ്പെടുവിച്ചിട്ടില്ല. അതായത് ഏത് ഫീൽഡിലാണ് ഒരു വ്യക്തി താൻ അതിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് പറയുന്നത്, ആ ഫീൽഡിൽ ഉള്ള മറ്റ് ആളുകളെ വെച്ചാണ് നാം ഈ വ്യക്തി പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഖാതമുൻ നബീൻ ആണ് എന്ന് അവകാശപ്പെട്ടപ്പോൾ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു കൗസർ നൽകി എന്ന് പറയുമ്പോൾ നാം പരിശോധിക്കേണ്ടത് ആ കാറ്റഗറിയിലോ അതല്ലെങ്കിൽ ആ ഫീൽഡിലോ വരുന്ന മറ്റ് ആൾക്കാർ ആരൊക്കെയാണ് എന്നാണ്. അതുവഴി അദ്ദേഹത്തിൻ്റെ ആ അവകാശം ശരിയാണോ അല്ലേ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഈ വീക്ഷണകോണിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശപ്പെട്ടത് പരിഗണിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തം നാം കാണുന്നു. സൂറ മുസമ്മലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂലൻ. അല്ലാഹു പറയുകയാണ്, തീർച്ചയായും നിങ്ങളിലേക്ക് നിങ്ങളുടെ കാര്യത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു ദൂതനെ നാം നിയോഗിച്ചിരിക്കുന്നു, ഫിർഔന്റെ അടുത്തേക്ക് നാം ഒരു ദൂതനെ നിയോഗിച്ചതുപോലെ. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും ഒരേ കാറ്റഗറിയിൽ അതല്ലെങ്കിൽ ഒരേ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരാണ്. അതോടൊപ്പം തന്നെ ഇന്നാ അതൈനാക കൽ കൗസർ എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയ പ്രവാചകത്വത്തിൻ്റെ മഹത്വം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹത്വത്തെക്കാൾ കൂടുതലാണ് എന്ന്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മഹത്വവും നിങ്ങൾക്ക് ലഭിച്ചു, തുടർന്ന് അവരെക്കാൾ കൂടുതലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു. ഇനി നാം നോക്കേണ്ടത് എന്താണ് ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ മഹത്വങ്ങളും അതല്ലെങ്കിൽ നന്മകൾ. പിന്നീട് ആ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് അള്ളാഹു ഏത് രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൗസർ നൽകിയത് എന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ഈ ഒരു കാര്യം പരിശോധിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹ് വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.